ചക്ക ഇത് ചെറുതൊന്നുമല്ല, അത്യാവശ്യം. അപ്പൊ ഡോക്ടർ തീരുമാനിച്ചു. ചെറിയ കുട്ടി ഇതിൽ ടോർച്ചുണ്ട്. അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സംഭവം തല്ലൂരാണ്. തല്ലൂര് മധുഭൂമി പ്രസിഡന്റ് നേരെ പുറകിലുള്ള ഒരു വീടാണ്. ഇവിടെ ഈ വർക്ക് ഏരിയയിൽ വരെ വർക്ക് ഏരിയ തന്നെ. വർക്ക് ഏരിയയിൽ ഫ്രിഡ്ജ് എടുപ്പുണ്ട്. ഫ്രിഡ്ജിന്റെ അടിയിലാണ്. അത്ര വലിപ്പമൊന്നുമില്ല. ഞാൻ കണ്ടില്ല കേട്ടോ ചേരൻ. വണ്ണം കുറവാണ്. ആണോ? അത്ര ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് പൈപ്പ് ബാഗ് സെറ്റ് ചെയ്യാം. ചേരയാണ്. എന്തായാലും നിങ്ങൾ തന്നെ റെസ്ക്യൂ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ വീഡിയോ എടുത്തോളാം. അപ്പൊ ഓക്കെ, നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കാം. തൽക്കാലം ഞാൻ തന്നെ വീഡിയോ എടുക്കാം. സംഭവം എന്താ, ഈ ഒരു ഫ്രിഡ്ജിന്റെ അടിയിൽ എടുപ്പുണ്ട്. നമുക്കവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത്തെ കേസ് ഒരു ഉപദ്രവമില്ല. രണ്ടാമത്തെ കേസ് പറയുന്നുണ്ടല്ലോ, കേസ് ചില്ലറ കേസൊന്നും അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഇതുള്ളത് ബാക്കിയുള്ള പമ്പുകളോട് വരാണ്ടിരിക്കും. അങ്ങോട്ട് പോയി ഞാൻ കണ്ടിട്ടില്ല. പൈപ്പ് ബാഗ് സെറ്റ് ചെയ്തോ? ഞാൻ കണ്ടിട്ടില്ല. അവിടെ കാണാൻ സൈഡിലേക്ക് നോക്കാം. അതെ, അതിനുള്ളിൽ ഒരു മിനിറ്റ് ഇതൊന്നും പിടിച്ചേ. പുറത്തേക്ക് പൈപ്പ് അതിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഇതെടുത്തോ. ടോർച്ച് എടുത്തിട്ടില്ല. ട്രൈ ചെയ്യ്. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യ. ചേട്ടൻ അങ്ങോട്ട് മാറുന്നോ? ഞാൻ അങ്ങോട്ട് മാറുന്നോ? ഞങ്ങൾ നോക്കിക്കോളാം. അവിടെ ഇത്ര വലിയ ബാഗൊന്നും വേണ്ടിയില്ല. പക്ഷെ എന്നാലും ഇഷ്ടിക്കാൻ തരുവാണല്ലേ? അല്ല, വേണ്ട. അവിടെ അത് വെയിറ്റുണ്ടോ? അത് കാണണ്ട. ആ ബാഗ് കുറച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ശരി. ചിലപ്പോ ടൈറ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല. കണ്ട എന്റെ സംശയം അതിന്റെ ഉള്ളൊന്നും കാണില്ല. നോക്കണം. ഈ ഫ്രിഡ്ജിന്റെ മണ്ണെണ്ണ അവിടെ ഇരിക്കുന്നതല്ലേ? ഫ്രിഡ്ജിന്റെ പുറകിലുണ്ടെന്നാണ് എന്റെ ഒരു അടി ചക്ക ഇത് ചെറുതൊന്നുമല്ല, അത്യാവശ്യം. അപ്പൊ ഡോക്ടർ തീരുമാനിച്ചു. ടോർച്ചുണ്ടാ വേണ്ടേ? ടോർച്ച് ഉണ്ടല്ലേ? വല്ലെടുത്തോട്ടെ. വല്ലെടുത്തില്ലെങ്കിൽ അവൻ ചരപരാന്ന് ഓടും. ആ വീഡിയോ ഒന്ന് ചിലപ്പോ ആൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവിടെ പത്തൊന്നുമില്ല. അതേ പോണ്. എടുത്തോ. പതുക്കെടുത്ത്
ആ ഹുക്കിലെടുത്തോ ലൈറ്റ് ഓഫ് ചെയ്തോ, ലൈറ്റ് ഓഫ് ചെയ്തോ. ഫുൾ ഫ്രെയിം ചെയ്തോ. വേലണ്ട അല്ല വേറെന്താ? അത്രയും നേരം സൈലന്റ് ആയി ഇരുന്നിട്ട് ഇപ്പൊ അവന്റെ ഓട്ടം കണ്ടേ. അത് പണ്ടത്തെ കാലല്ല, വേറെ. എങ്ങനെയുണ്ട് വീഡിയോ കിട്ടിയിരുന്ന? സംഭവം ചെറിയൊരു ഏരിയ ആണ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ ഞാൻ ഊഹിച്ചു ഇത് ഉറക്കൊന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, നല്ല വലിപ്പമുണ്ട്, ചെറുതല്ലാന്ന്. അവിടെ നിന്ന് സെക്കൻഡ് നേരത്തിനുള്ള അവിടെ നിന്ന് ചീറിപ്പാഞ്ഞു കൊടുത്തി. പക്ഷെ ടൈൽസ് ആയതുകൊണ്ട് അറിയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാടിയാണ് അവിടേക്ക് എത്തിയത്. സംഭവം എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് അങ്ങോട്ടൊന്ന് മാറി പോകാൻ നോക്കി. അപ്പൊ ചേരയുടെ സ്വഭാവം ഇതാണ്. പുതിയ റെസ്ക്യൂവേഴ്സ് ഇപ്പൊ കാണുന്നവര്, നമ്മുടെ വീഡിയോ കാണുന്നവര് മനസ്സിലാക്കുക. ഒന്ന്, പബ്ലിക്സ് അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഈ പാമ്പിനെ ഹാൻഡിൽ ചെയ്ത് പാമ്പിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പോലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ശിക്ഷാ നടപടികൾ ഉണ്ടാകാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ സംഭവം സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തെങ്കിലും കുറച്ച് ഹരിവരെയെങ്കിലും സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാൻ വന്നത്, ഈ വീഡിയോ കാണുന്ന പുതിയ റെസ്ക്യൂവേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക ഒരു പക്ഷേ മൂർക്കനെയായിരിക്കും. മൂർക്കനെ 1-2 വട്ടം ഒന്ന് ഹാൻഡിൽ ചെയ്താൽ ഒന്ന് കൂളാവും, സ്ട്രെസ് കുറഞ്ഞ് അത്യാവശ്യം ഒരു സൈലന്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എങ്കിലും വേറൊരു റെസ്ക്യൂ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്വഭാവം, ഓരോ പാമ്പിന്റെയും ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, പെരുമാറ്റം അല്ലെങ്കിൽ സ്വഭാവം. ഒരു 99% ഇങ്ങനെയായിരിക്കും. ചേരയുടെ ഏതാണ്ട് 99% എല്ലാ ഇൻഡിവിജ്വലും ഏതാണ്ട് ഈ ഒരു സ്വഭാവം തന്നെയായിരിക്കും. ഒരു ശതമാനമൊക്കെ വളരെ സൈലന്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വലയിൽ കുടുങ്ങിയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ റിസ്റ്റൈൻ ചെയ്ത് നേരെ പൈപ്പിനകത്തേക്ക് കയറ്റാവുന്ന, ബാഗിനകത്തേക്ക് കയറ്റാവുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ശ്രദ്ധിക്കുക. ഏറ്റവും ബുദ്ധിമുട്ട് ചേരയാണ്, മനസ്സിലായല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് ഒക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.